വെൽക്കം ബാക്ക് ടു ഇല്ലുസ്ട്രേറ്റ് അഗൈൻ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രോ വിത്ത് മീ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ദുബായ് മ്യൂസിയം. അപ്പോൾ അവിടെ പോയി കുറച്ച് ആസ്തറ്റിക് വൈബിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് ഞാൻ. പക്ഷേ ഇതായിരുന്നു അവസ്ഥ. ഞാൻ ജസ്റ്റ് ഐപാഡൊന്ന് പുറത്തെടുത്ത് നോക്കിയപ്പോൾ ഐ പെൻസിലിൻ്റെ നിബില്ല. എൻ്റെ മോളത് എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ എക്സ്ട്രാ പെയറുണ്ടായി, പക്ഷേ ഞാൻ ഓൾറെഡി ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് വന്ന് നോക്കിയാൽ അത് വെച്ച് കൊടുത്ത് കാണണമെന്നൊരു ഉറപ്പില്ല. അപ്പോൾ അത് കാരണം ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതിനൊന്ന് രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട്. മീൻസ് ഞാൻ എന്തായാലും ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു സ്റ്റുഡിയോ സ്പേസ് മറ്റൊരു ഗാരേജ് സ്പേസിലേക്ക് മാറ്റാൻ എന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി അവിടെ സ്റ്റുഡിയോ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ടൈമിൽ ഞാൻ അൺബോക്സ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നടന്നില്ല. അവിടെ ഇലക്ട്രീഷ്യൻ വന്നു, പക്ഷേ ഒന്ന് രണ്ട് സാധനങ്ങൾ അവർക്ക് വാങ്ങാനുണ്ടായി. അപ്പോൾ അത് പിന്നെ ഒരു ദിവസം വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇലക്ട്രീഷ്യനൊന്നും പറയാൻ പറ്റില്ല, നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ് ഇട്ടാണ്ട്. അപ്പോൾ ആളുടെ ഒരു സൗകര്യമൊക്കെ അനുസരിച്ച് വരാമെന്ന് വെച്ചു. അപ്പോൾ അതുവരെ ഈ ഒരു സ്പേസ് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമല്ലോ, ചെറിയൊരു മാറ്റം വരാം. പിന്നെ ഇപ്പോൾ ഈ പൊടിക്കാറ്റൊക്കെ വീശുന്ന കാരണം നല്ല പൊടിയൊക്കെ വരുന്നുണ്ടായി. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊന്ന് വലിച്ചിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായി. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. തെമൂന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ കുറേ കാലം എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഗ്രിഡ് ബോക്സ് ഉണ്ടല്ലോ, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇനി ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾക്കൊരു ഷോപ്പിഫൈ അക്കൗണ്ട് പോലെ തുടങ്ങിയിട്ട് അതിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ സ്റ്റിക്കേഴ്സും മറ്റുമൊക്കെ ആയിട്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ, നമ്മൾ ഒരു ക്യാരക്ടറിനെ കൊടുത്തിട്ട് അതിനെ വെച്ചിട്ടുള്ള കുറേ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ മീൻസ് കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കേഴ്സ്. അപ്പോൾ ആ ഒരു തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ അവക്കാഡോ തീമിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവക്കാഡോ തീമിൽ ഞാനൊരു സ്റ്റിക്കേഴ്സ് ഇപ്പം റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മേടിച്ചതാണ് ആ ഒരു ഗ്രിഡ് ബോക്സ്. പിന്നെ ഈ ഒരു ഐഫോൺ കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ ആ ഒരു പ്രിൻ്റ് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. യൂഷ്വലി ഞാൻ മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. എങ്ങനെ പോയാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കളർ മാറും അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പ്രിൻ്റുള്ള എന്തെങ്കിലും എടുക്കാമെന്ന്. അപ്പോൾ ആ എഡ്ജസിലൊക്കെ ഒരു ലാവൻഡർ കളർ മീൻസ് പർപ്പിൾ കളർ എന്നുള്ളതാണ് എടുത്തത്. പിന്നെ ഇത് കട്ടിങ് മാറ്റാണ്. ഇത് എത്ര ഉണ്ടായാലും നമുക്ക് തികയില്ല എന്ന് പറഞ്ഞ പോലെ. ഇതെങ്ങാനും ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ടിങ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സ്മൂത്തായിട്ട് കിട്ടില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അപ്പോൾ നമ്മളുടെ സ്റ്റിക്കറൊക്കെ നാശമാവും. അപ്പോൾ ഞാൻ പഴയതിൻ്റെ പിന്നെ ആ ഒരു സ്റ്റിക്നെസ്സും പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേറെ മേടിച്ചതാണ്. പിന്നെ ഇത് ഞാൻ മഗ് പാക്ക് ചെയ്യുന്ന ഒരു ബോക്സുകൾ, അതിന് പാക്കിംഗ് ബോക്സ് ഉണ്ടല്ലോ, അത് മേടിച്ചതാണ്. കാരണം സബ്ലിമേഷൻ മഗ്സിന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് സെൻഡ് ചെയ്യണമെന്ന് കസ്റ്റമർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കിംഗ് ബോക്സ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പറയണമെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ഇതിൽ പറയണുള്ളൂ. പിന്നെ ഇത് ഞാൻ നമ്മൾ ലേസർ കട്ടിങ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ഒരു ഹണി കോംബ് ബോർഡാണിത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, നമ്മളുടെ കട്ട് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ നാശാവാതിരിക്കാനും പിന്നെ നമ്മളുടെ ടേബിൾ മേൽക്കൊന്നും തട്ടാതിരിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷാണത്.
ഞാനിത് ഇവിടെ വെച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു 2 ടേബിളിൽ എനിക്കത് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലേസർ ഇതുവരെ വെച്ചിട്ടില്ല. അതൊക്കെ ഇനി ഗരാജിൽ സ്റ്റുഡിയോ നമ്മൾ ഷിഫ്റ്റ് ആക്കുമ്പോഴേ അതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിനൈൽ ഷീറ്റ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൊരു അക്രൈലിക് സ്റ്റാൻഡാണിത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് വൃത്തിക്ക് ചെയ്യണമെന്ന് അപ്പോൾ അത് കാണുമ്പോൾ, കാരണം ഞാൻ എല്ലാ സമയത്തും അത് ഇതുപോലെ ഓരോ ഓർഡേഴ്സ് വരുമ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യണമല്ലോ. അപ്പോൾ കളേഴ്സ് ഞാനിങ്ങനെ തിരഞ്ഞ് നടക്കണം. പിന്നെ ഇത് കുറേ ഒരു റോൾസ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരെണ്ണം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാമല്ലോ എന്ന്. പിന്നെ ഇതിൽ 20 റോൾസാണ് നമുക്കിതിൽ വെക്കാൻ പറ്റുക. ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ 20ൽ കൂടുതൽ കളേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുവിധമൊക്കെ ഞാനിതിൽ 20 എണ്ണം ഞാൻ ഷീറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഈ പാക്കിങ് കവറായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പുറത്തേക്ക് എടുത്തില്ല, അത് അതേപോലെ തന്നെ തിരിച്ചു വെച്ചു. അപ്പോൾ അത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിനി ഈ ഒരു സ്റ്റുഡിയോ വ്ളോഗ് കണ്ടു നോക്കാം ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നത്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള നല്ല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെൻറ്റൊക്കെ കിട്ടുന്നത് ഈ ഒരു ലൈക്സും വ്യൂസും കമൻസും ഒക്കെ കാണുമ്പോഴാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. One step back, we've been down this crooked track. Say the word, I'll meet you there. I'm right here, I'm right here. Hold the line, hold the line. Don't let go. Hold the line, hold the line. We ഈ സ്പേസ് ഒരുവിധമൊക്കെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പൊട്ടത്തരം പറ്റിയെന്നുള്ളത് മനസ്സിലാക്കിയത്. കാരണം ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലാണ് നമ്മളുടെ സ്വിച്ച് ബോർഡൊക്കെ വരുന്നത്. അപ്പോൾ ആ ടേബിൾ അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇതൊന്നും ഓണാക്കാനോ ഓഫാക്കാനോ സിസ്റ്റത്തിൻ്റെ സ്വിച്ച് ഓഫാക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ സിസ്റ്റത്തിൻ്റെ ഫുൾ ടൈം ഓൺ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് താഴെ അത് എക്സ്റ്റൻഷൻ കേബിളുണ്ട്, അതിൽ ഓഫാക്കി ഓണാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാലും നമ്മളുടെ ഈ ഗേറ്റിൻ്റെ സൈഡിലേക്കും ഫ്രണ്ടിലുള്ള ഭാഗത്തേക്കൊക്കെയുള്ള ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ട് അവിടെ ആ ഒരു ടേബിളിൻ്റെ ബാക്കിലായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണില്ല വീഡിയോയിൽ. അപ്പോൾ ഞാൻ അത് കവർ ചെയ്തിട്ടാണ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ എന്തായാലും വെക്കാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടാനൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഞാനത് വീണ്ടും ഇരട്ടിപ്പണി എടുത്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ടേബിളൊന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ അങ്ങനെ ചെരിച്ച് വെക്കാൻ പറ്റില്ല ഈ ഒരു സ്പേസിൽ. കാരണം ആ രണ്ടാമത്തെ ഡോറ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആ ഡോറ് ഇവിടെ അല്ലെങ്കിലും ഓപ്പൺ ചെയ്യാറില്ല നമ്മൾ സാധാരണ. പക്ഷേ ആരെങ്കിലും മൂവ് ഔട്ടൊക്കെ ആകുമ്പോൾ അത് ആവശ്യം വരും. അപ്പോൾ അത്രയൊക്കെയാണ്. ഇത് നമ്മൾ റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ള സബ്ലിമേഷൻ പ്രിൻ്ററും പിന്നെ ഹീറ്റ് പ്രസ് മെഷീനുമാണ്. ഇത് ഞാൻ പേപ്പേഴ്സൊക്കെ സബ്ലിമേഷൻ പേപ്പറും മറ്റ് ക്രാഫ്റ്റ് പേപ്പേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളുടെ ഈ നെയിൽ ഷീറ്റ്സ് ഇത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സ്റ്റാൻഡ് മേടിച്ചത് എന്തായാലും വർത്തായി. പിന്നെ സിസ്റ്റം താഴെയും നമുക്കൊരു ചെറിയൊരു ഷെൽഫുണ്ട്. അതിപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അതിൽ കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്നുകൂടി ക്ലീൻ ആക്കണം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ.